മങ്കടയിലെ SDP-യുടെ സ്ഥാനാർത്ഥി അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ CH അഷ്റഫിനെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അവിടെ കുന്നത്ത് മുഹമ്മദാണ് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന കുന്നത്ത് മുഹമ്മദാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. കുന്നത്ത് മുഹമ്മദിന് വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധാരണ അവിടെയുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുത്തും വിധമാണ്. ഈ അമ്പലപ്പുഴയിലടക്കം സലാം G സുധാകരൻ പോര് നടക്കുന്ന ആ മണ്ഡലത്തിലടക്കം SDP-ക്ക് സ്ഥാനാർത്ഥിയില്ല എന്നതും ഇതിനൊപ്പം ചേർത്ത് വായിക്കും. തന്നെ ദിലീപേട്ടൻ പറഞ്ഞതിൽ ഒരു വസ്തുതാപരമായ പിശകുണ്ട്. കഴിഞ്ഞ തവണത്തെ വേങ്ങരയിലെ SDP സ്ഥാനാർത്ഥി ആയിരുന്നില്ല സഭ കഴിഞ്ഞ തവണ അവിടെ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. ഫുട്ബോൾ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. SDP സ്വതന്ത്രൻ എന്ന് പറയുന്നതും തെറ്റാണ്. SDP ആദ്യം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അഡ്വക്കേറ്റ് സാദുഖ് നെടുത്തോടി എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. പിന്നീട് മുന്നണികളൊക്കെയും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ഈ സഭ അവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി ഈ സ്ഥാനാർത്ഥി SDP പിൻവലിക്കുകയാണ് ചെയ്തത്. സഭ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അല്ലാതെ SDP-യുടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല സഭ. ഇന്നിപ്പോൾ PMA സലാം അടക്കം അങ്ങനെ പറയുകയാണ് SDP സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അത് തെറ്റുമാണ്. ഇനി SDP ആകെ പരസ്യ നിലപാട് വ്യക്തമാക്കിയത് ഒരൊറ്റയിടത്താണ്, അത് മഞ്ചേശ്വരത്ത് മാത്രമാണ്. അവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കളടക്കം ആവശ്യപ്പെട്ടിട്ടാണ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. SDP സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് നമ്മളോട് നടത്തിയ പ്രതികരണത്തിൽ LDF-ന് പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുമില്ല. മാത്രമല്ല 36 ഈ തെരഞ്ഞെടുപ്പിൽ SDP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ മട്ടന്നൂരും കല്യാശ്ശേരിയും ഉൾപ്പെടെ SDP സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. അപ്പോൾ CPM-നെ സഹായിക്കാനാണ് SDP ഈ തെരഞ്ഞെടുപ്പിൽ നീക്കം നടത്തുന്നത് എന്ന് പറയുകയാണെങ്കിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അപ്പോൾ SDP സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ആരെ സഹായിക്കാനാണ് എന്നൊരു മറു ചോദ്യമുണ്ട്. ഒറ്റൊരു കാര്യം കൂടിയുണ്ട്. PMA സലാം പറയുന്നുണ്ടല്ലോ, എന്താണ് കഴിഞ്ഞ തവണത്തെ SDP സ്ഥാനാർത്ഥിയാണ് ഇത്തവണത്തെ LDF സ്വതന്ത്രൻ എന്ന് പറയുന്നു. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ BJP-യുടെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ ഇത്തവണ ആരുടെ ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് എന്നതിന് കൂടി UDF മട്ടന്നൂർ കല്യാശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളാണ് അസിത ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. അവിടെയൊക്കെ CPIM ഏത് നിലയിലും അത് സുഗമമായി ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.